പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് നമുക്ക് ശനിയെക്കുറിച്ച് പറയാം. ശനിയല്ല, ശനി ഈശ്വരൻ. നവഗ്രഹങ്ങളിൽ ആകെ ഒരു ഈശ്വരനേ ഉള്ളൂ, അത് ശനിയാണ്. ശനീശ്വര പദവി ശനിക്ക് നൽകിയത് ശിവനുമാണ്. ഇത് പലർക്കും അറിയാം, പലർക്കും അറിയില്ല. ശനി ഈശ്വരൻ എന്നാണ് ശനിയെ പറയുന്നത്. സൂര്യനീശ്വരൻ, വ്യാഴേശ്വരൻ എന്നൊന്നും ആരും പറയാറില്ല. ശനീശ്വരൻ എന്ന് പറയുന്നത് ശനി മാത്രമാണ്. അപ്പോൾ ശനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പലരും ശനിയെ ഭയക്കുന്നു, പലരും ശനിയെ സ്നേഹിക്കുന്നു, പലരും ശനിയെ സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശനിയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഒരാൾക്ക് കഷ്ടകാലം വന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന് വിപരീതമായിട്ട് അവൻ്റെ ശനിദശയാണ്, അല്ലെങ്കിൽ അവന് ശനിദോഷമാണ് എന്നെല്ലാം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ചൊല്ലുകളുണ്ട്. അപ്പോൾ ശനി ഒരു ശുഭഗ്രഹമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശനി പാപഗ്രഹമാണ്. പക്ഷേ പാപഗ്രഹമാണെങ്കിലും ശനി വിചാരിച്ചാൽ, ശനി ഒരാൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കാം എന്ന് വിചാരിച്ചാൽ ആ ശനി തന്ന് പ്രീണിപ്പിക്കും. നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തീർത്തും നശിപ്പിച്ചു കളയും. ഇതാണ് ശനിക്ക് രണ്ടറ്റമേ ഉള്ളൂ, മധ്യമാർഗം ഒരിക്കലുമില്ല. ഇതാണ് ശനിയുടെ പ്രത്യേകത. ശനിയുടെ ബന്ധുക്കൾ ബുധനും ശുക്രനുമാണ്. ശത്രുക്കൾ രവി, ചന്ദ്രൻ, കുജൻ ഇവരെല്ലാമാണ്. സമൻ വ്യാഴമാണ്. രവി പുത്രനാണ്. രവി എന്ന് വെച്ചാൽ സൂര്യൻ്റെ പുത്രനാണ് ശനി. അവർ തമ്മിൽ ശത്രുതയുണ്ട്. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, അച്ഛനും മകനുമാണ്. അവർ തമ്മിൽ ശത്രുതയുണ്ട്. ശനിയെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭയക്കുന്നത്? ഏഴര ശനി നമ്മുടെ കൂറിനോട് അടുത്ത് 12-ലും ജന്മത്തിലും 2-ലും 2.5 കൊല്ലം ഏഴര ശനി. അപ്പോൾ ഒരു രാശി കടക്കാൻ ശനിക്ക് 2.5 വർഷം വേണം. അതാണ് ഏഴര ശനി കാലം, 7.5 കൊല്ലം. കണ്ടകശനി എന്താണ്? കണ്ടകശനി എന്ന് വെച്ചാൽ 4, 7, 10. അതുപോലെ ഒരു അഷ്ടമശനിയും വരും. ഈ ഭാഗങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ 2.5 വർഷക്കാലം കണ്ടകശനി ആകുന്നു. അഷ്ടമശനി വേറെ കേട്ടോ. കണ്ടകശനി നല്ലതല്ല. 4, 7, 10 അവിടെ അത് വിവിധ കാര്യങ്ങളാണ്. 4-ൽ വരുമ്പോൾ കുടുംബസംബന്ധമായിട്ടും, 7-ൽ വരുമ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, സ്ത്രീ വിഷയം മുതലായ കാര്യങ്ങൾ, 10 തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ടാവും. വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴെല്ലാം നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം, ഈ വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതെൻ്റെ പരിച്ഛേദമാണ് അയാളുടെ ലൈഫിൽ. തൊഴിൽ നഷ്ടം, അല്ലെങ്കിൽ കുടുംബകലഹം, വേണ്ട ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സുതാര്യത കുറവ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇതെല്ലാം ശനിയെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു, ശനി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ ശനി ഇഷ്ടഭാവത്തിലാണ്, അവൻ ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിലാണ് എങ്കിൽ ഏഴര ശനിക്കും കണ്ടകശനിക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അത് വന്നതുപോലെ പോകും. ആയുസ്, കുടുംബം, വിദേശ വിദ്യാഭ്യാസം, പാശ്ചാത്യ വിദ്യാഭ്യാസം, നീചപ്രവൃത്തികൾ, ദുഃഖം, കറുപ്പ് നിറം മുതലായ പ്രത്യേകതകൾ ശനിയെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. മകരം, കുംഭം, തുലാം, ധനു, മീനൻ രാശികൾ ശനിക്ക് അനുകൂലമാണ്. മകരവും കുംഭവും ശനിയുടെ സ്വക്ഷേത്രം, തുലാം ഉച്ചക്ഷേത്രം, ധനുവും മീനവും വ്യാഴക്ഷേത്രം. അപ്പോൾ ആ രാശികളിൽ ഇയാൾ നിന്നാൽ ഈ കണ്ടകശനിയോ ഏഴരശനിയോ മറ്റു കാര്യങ്ങളൊന്നും വലിയ കാര്യമായി ബാധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വെറുതെ അരുമ്പ് കൂടുതലിട്ട് വെടിവെക്കണ കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ കാര്യമായിട്ട് അറിഞ്ഞിരിക്കുക. ശനിയെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും നല്ല യോഗം ശശമഹായോഗമാണ്. ശശമഹായോഗം എന്ന് വെച്ചാൽ പഞ്ചമഹാപുരുഷ യോഗമാണ്. ഈ ശശമഹായോഗമുള്ളൊരു വ്യക്തി എത്ര ചെറിയവനായാലും ഒരു ഗ്രാമത്തിൻ്റെയോ
പട്ടണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെയോ പ്രതിനിധിയായി മന്ത്രിസ്ഥാനം വരെ വഹിക്കാൻ പ്രാപ്തനാണ്. അയാളെ സംബന്ധിച്ച് ഭരണാധികാരം അല്ലെങ്കിൽ തൊഴിൽ, വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ ശശമഹായോഗമുള്ളവൻ ഒരു സ്ഥാപനത്തിൻ്റെ അധിപതിയായി മാറാം. പിന്നെ ശനിയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വലിയ കാര്യമാത്ര പ്രസക്തമല്ല. ഇപ്പോൾ സുരഭായോഗം ചന്ദ്രൻ്റെ 2-ൽ ശനി നിന്നാൽ ആ തരുന്ന സുരഭായോഗത്തിന് വലിയ കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. പാപഗ്രഹമായതുകൊണ്ട് ആ സുരഭായോഗം കാര്യമായി ഫലിക്കില്ല. അനഭായോഗമായാലും ദുരിതുരായോഗമായാലും ഇതുപോലുള്ള പല യോഗങ്ങളായാലും ശനിയെ കൊണ്ട് കിട്ടുന്ന യോഗം ശശമഹായോഗം ഒഴിച്ചുള്ള യോഗങ്ങളൊന്നും തന്നെ കാര്യമാത്ര പ്രസക്തമല്ലെന്നല്ല, അത് ഫലപ്രാപ്തി തരുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യമാണ്. ശനി മുടന്തനാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സൗരയൂഥത്തിൻ്റെ ഒരു പരിവർത്തി സഞ്ചരിച്ച് വരാൻ അയാൾ 19 കൊല്ലം എടുക്കുന്നു. ഇയാളെക്കാൾ കൂടുതൽ സഞ്ചരിക്കുന്ന ആളുണ്ട്, അത് ശുക്രനാണ്. 17 കൊല്ലം ബുധനെടുക്കും. പക്ഷെ ഇയാൾ 19 കൊല്ലം എടുക്കും. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത്, വിട്ട സ്ഥലത്തുനിന്ന് തിരിച്ച് അവിടെ എത്താൻ 19 കൊല്ലം എടുക്കും. മുടന്തനായതുകൊണ്ട് സാവകാശവും സഞ്ചരിക്കുകയുള്ളൂ. ഒരു രാശിയിൽ 2.5 കൊല്ലം ഇദ്ദേഹം നിൽക്കും. അത് നല്ലതും ചീത്തയായ സ്ഥലങ്ങളാണെങ്കിൽ അതിൻ്റേതായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശനിയെ പിടിക്കാൻ ശനിയുടെ വാഹനം കാക്കയാണ്. കാക്കയുടെ സ്വഭാവം നമുക്കറിയാം. ഏതെല്ലാം പക്ഷികളെ വേണമെങ്കിലും നമുക്ക് വളർത്താം, പക്ഷേ കാക്കയെ മാത്രം നമുക്ക് ഇണക്കാനോ വളർത്താനോ പറ്റില്ല. കൂട്ടത്തിൽ ഒരു കാക്കയെ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ പിന്നെ ആ കാക്കക്കൂട്ടം കാക്കയെ കൊത്തിക്കൊല്ലുക പതിവ്. കൂട്ടത്തിൽ കൂട്ടൂല. ആ കാക്കയെ നമ്മൾ തൊട്ട കാക്കയെ പിന്നെ ഒരു കൂട്ടത്തിൽ കൂട്ടൂല. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവവിശേഷങ്ങളുണ്ട്. കാക്ക ഒരിക്കലും മനുഷ്യനെ വിശ്വസിക്കില്ല. എന്നാൽ മനുഷ്യനുമായിട്ട് അടുത്ത് പെരുമാറും. മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ എല്ലാം കാക്കയുണ്ട്. അപ്പോൾ കാക്കയുടെ പ്രത്യേകത അതാണ്. ബൈബിളിൽ കാക്കയെക്കുറിച്ച് പരാമർശമുണ്ട്. നോഹയുടെ പെട്ടകം, പ്രളയത്തിൽ നോഹയുടെ പെട്ടകം സഞ്ചരിക്കുന്ന സമയത്ത് പ്രളയം ശമിച്ച് കര എവിടെയാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നോഹ ഒരു കാക്കയെ പറത്തി വിടുന്ന ചിത്രമുണ്ട്. കാക്ക പോയിട്ടൊരു ചുള്ളിക്കമ്പുമായി തിരിച്ചു വരുന്നു. അതിനർത്ഥം ആ പ്രദേശത്ത് കരയുണ്ട് എന്നുള്ളത്. അപ്പോൾ കാക്ക എത്രയോ പ്രസക്തിയുള്ള, കാക്കയില്ലാത്ത രാജ്യങ്ങളുണ്ട്, കാക്കകളെ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യങ്ങളുണ്ട്. അപ്പോൾ കാക്കയുടെ ചരിത്രങ്ങളല്ല നമുക്കിവിടെ പറയുന്നത്, ശനിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ശനി ഇങ്ങനെയൊക്കെയാണ്, അതിൻ്റെ വാഹനം കാക്കയാണ്. അതാണ് നമ്മൾ ശനി ദോഷമുള്ളവരും അല്ലാത്തവരും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് അരി വെന്ത് പാകമായി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഭുജിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് ചോറ് കൊടുക്കും. അത് ശനിക്ക് പ്രിയങ്കരമായ കാര്യമാണെന്നാണ് പറയുന്നത്. ശനിക്ക് പ്രിയങ്കരമായ കാര്യങ്ങൾ വഴിപാടുകളോ പൂജകളോ മറ്റൊന്നുമല്ല. ഒരുപാട് പൂജകളും ഒരുപാട് വഴിപാടുകളും ശനീശ്വരന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഫലിക്കാം, ഫലിക്കാതിരിക്കാം. ശനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വഴിപാടും പൂജയും പാവപ്പെട്ടവരെ സഹായിക്കലാണ്. രോഗികളെ സഹായിക്കുക, ദീനാനുകമ്പ, വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്ക് സഹായം ചെയ്യുക, ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് സഹായം ചെയ്യുക. ശനി ദ്രോഹിക്കുന്നത് ആരെയാണ്? കരിഞ്ചന്തക്കാരെ, പൂഴ്ത്തിവെപ്പുകാരെ, അതുപോലെ വെന്റിലേറ്ററിൽ രോഗിയെ ഇട്ട് അനേക ദിവസം മെഡിക്കലി ഡെത്തായ രോഗിയെ പിന്നെയും ഇട്ട് വലിച്ച് വല്ലാത്ത അവസ്ഥയിലെത്തി ബില്ല് ആശുപത്രിക്കാരെ, മോർച്ചറിയിലിരിക്കുന്ന ഡെഡ് ബോഡി വിട്ടുകൊടുക്കാതെ അതിന് വില പറയുന്ന ആശുപത്രി ഉടമസ്ഥന്മാരെ, അതുപോലെ വ്യഭിചാരം, കള്ളക്കച്ചവടം, ചതി, വഞ്ചന എന്ന് വേണ്ട കാലുവാരൽ, കുതികാലുവെട്ടൽ മുതലായ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണോ അവരെയെല്ലാം ശനി അവൻ്റെ 7.5 ശനികാലത്തോ കണ്ടക ശനികാലത്തോ മൂക്ക് കൊണ്ട് വരപ്പിച്ച് സത്യം ചെയ്യുന്ന ചിത്രം നമുക്ക് അന്യത കാണാൻ സാധിക്കും. അനുഭവ ജ്യോതിഷം, എഴുതി വെച്ച ജ്യോതിഷം അല്ല ഇവിടെ പറയുന്നത്, അനുഭവ ജ്യോതിഷം. ചിലക്ക് 2-4 ദിനം കൊണ്ടൊരുത്തനെ എന്ന പൂന്താനത്തിൻ്റെ കവിത പോലെ സംഗതി
മേലോട്ടും കീഴോട്ടും വരുന്നത് ശനിയുടെ ആ ഛായ അയാളിൽ വീഴുമ്പോഴാണ്. കാരണം നീ ചെയ്ത പ്രവർത്തികൾക്കെല്ലാം കൃത്യമായി കണക്ക് കൂട്ടി ശനി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ സൽപ്രവൃത്തി, ദാനം, അതുപോലെ മറ്റു തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക, ബലാത്സംഗം, പീഡനം മുതലായ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശനി അനുകൂലിയാണ്. ശനി എപ്പോഴും അവർക്ക് നന്മ കൊടുക്കുന്നു. ഏഴര ശനി കാലത്താണെങ്കിൽ പോലും ആ ശനി കണ്ണടയ്ക്കും. അല്ലാത്തവരെയാണ് പിടിച്ചു നിർത്തി തൊലി ഉരിച്ച് ഉപ്പ് തേക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടി തേക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശനീശ്വര പ്രീതിക്ക് നമ്മൾ എന്ത് വേണം? സൽപ്രവൃത്തികൾ ചെയ്യാം. അത് നേരത്തെ പറഞ്ഞു. ശനീശ്വര സ്തോത്രം ജപിക്കാം. ശനീശ്വര സ്തോത്രം: കോണസ്ഥോ പിങ്കളോ ബുദ്രൻ കൃഷ്ണരൗദ്രോ അന്ധകായമാ ശനീശ്വരീശ്വരോ മന്ന പിപ്പിലാദേന സംസ്തുത ഏവം ദശാനാമാനി പ്രാതരുദ്ധായ പടയിൽ ശനീശ്വര കൃതം പീഡ ശനിദോഷം വിനശ്യതി. ഇത് ജപിക്കാൻ പ്രയാസമുണ്ട്, ഇത് വലുതാണ്. വേണ്ട, പഞ്ചാംഗം എടുക്കുക. നല്ല കേളി കേട്ട പഞ്ചാംഗങ്ങൾ, മാതൃഭൂമി, മനോരമ, യോഗക്ഷേമം, ഇതെല്ലാം കേളി കേട്ട പഞ്ചാംഗങ്ങളാണ്. അതിൽ 1-2 പേജ് കഴിഞ്ഞാൽ നവഗ്രഹ സ്തോത്രങ്ങളുണ്ടാവും. അത് മാത്രമേ നോക്കാവൂ. മറ്റ് മോശം പഞ്ചാംഗങ്ങളോ അല്ലെങ്കിൽ മോശം കാര്യങ്ങളോ എടുത്തു നോക്കിയാൽ തെറ്റായിട്ട് ഈ ശനീശ്വര സ്തോത്രം കൊടുത്തിട്ടുണ്ടാവും. ഈ പഞ്ചാംഗങ്ങളിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഈ സ്തോത്രം രാവിലെയും വൈകുന്നേരവും 108 പ്രാവശ്യം ജപിക്കുക. അതാണ് ഏറ്റവും വലിയ റെമഡി. ശിവഭജനം ശീലമാക്കുക. ശനിക്കാരെയും പേടിയില്ല, ഒരാളെയും പേടിയില്ല. പക്ഷെ ശിവനെ ഭയമുണ്ട്. ശിവൻ ശനിയെ താക്കീത് ചെയ്തിട്ടുണ്ട്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തൊട്ടാൽ, അല്ലെങ്കിൽ രുദ്രാക്ഷം കഴുത്തിലുള്ളതോ ഭസ്മം നെറ്റത്തുള്ളതായ എൻ്റെ ഭക്തന്മാരെ തൊട്ടാൽ കളി മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിവനെ പോലും ശനി പറ്റിച്ചിട്ടുണ്ട്. ആകെ ശനിക്ക് വിധേയത്വം ശിവനോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശിവഭജനം ഒരു പ്രധാന ശീലമാക്കി മാറ്റാം. ശിവക്ഷേത്രത്തിൽ പോയി നമുക്ക് യാചിക്കാം. മഹാമൃത്യുഞ്ജയ മന്ത്രം നമുക്ക് ജപിക്കാം. ഇതെല്ലാം ശനിദോഷത്തിന് ഒരു പരിധി വരെ പരിഹാരമാണ്. പൂജകൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ശനിയെ പിടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അനുഭവം അത് തന്നെയാണ്. പ്രാർത്ഥന: ശനിയെ പുകഴ്ത്തി പറയണം. ശനീശ്വരൻ്റെ ശക്തിയെ നമ്മൾ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞാലേ ആ ശനി നമുക്ക് വഴങ്ങുള്ളൂ, ആ ശനി നമുക്ക് അനുകൂലിയാകുള്ളൂ എന്ന കാര്യവും കൂടി ഇത്തരുണത്തിൽ ഓർക്കണം. നമ്മൾ ഒരുപാട് പറഞ്ഞു പോയി. ശനീശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറഞ്ഞു പോയി. നമുക്കിനി ഓരോ രാശിയിലും ശനി നിന്നാലുള്ള അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാം. പതിവ് പോലെ മേടൻ രാശിയിൽ നിന്നാൽ അയാൾ ചൊവ്വയുടെ ക്ഷേത്രമാണ്. ധനഹീനനും ദുർബലനും ജനവിശ്വാസമില്ലാത്തവനും ജനവിരോധമുള്ളവനും ദുർബുദ്ധിയുമായി മാറും എന്ന് കാണണം. ഇടവൻ രാശി ശുക്രൻ്റെ ക്ഷേത്രമാണ്. അവിടെ വരുമ്പോൾ രതിസുഖ ഭംഗം വരുന്നു. ദുഷ്ടത, ക്രൂരത, പുത്രന്മാരെ കൊണ്ട് ശല്യം, പുത്രസമ്പത്ത് ഉണ്ടാവാൻ പ്രയാസം, അല്ലെങ്കിൽ പുത്രിമാരെ കൊണ്ട് മറ്റു പല ദ്രോഹങ്ങൾ സംഭവിക്കുന്നു. മിഥുനൻ രാശിയിലേക്ക് വരുമ്പോൾ വൃത്തിയായി നടക്കില്ല. ബുധൻ്റെ ക്ഷേത്രമാണ്. വൃത്തിയായി നടക്കില്ല. ദുഷ്ടതയും ക്രൂരതയും പുത്രദുഃഖവും അതുപോലുള്ള വീട് വിട്ടുള്ള താമസവും അന്യാശ്രയവും ഈ മിഥുനത്തിൽ ശനി നിന്നാലുണ്ടാകുന്നു എന്ന് ഓർക്കുക. കർക്കിടകം ചന്ദ്രൻ്റെ ക്ഷേത്രമാണ്. ശരീരം ദുർബലമായിരിക്കും. ശ്വാസകോശ രോഗങ്ങൾ, അമ്മയുമായി അകലം, അതുപോലെ പരധന പ്രസക്തി, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായി വരും. ഇത് ഞാൻ ചുരുക്കി പറയുകയാണ്, കാരണം നീണ്ടുപോകാതിരിക്കാൻ. കേവലം ചില എലൂഷൻസ് മാത്രമാണ് പറയുന്നത്. ചിങ്ങൻ രാശി ആദിത്യൻ്റെ ക്ഷേത്രമാണ്. ആദിത്യനച്ഛനും മകനുമാണ് അവർ. അപ്പോൾ ശത്രുക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചിങ്ങൻ രാശിയിൽ
ശനി നിൽക്കുന്ന ആളുകൾ ലേഖനകല, ഒന്നാന്തരം ലേഖനങ്ങൾ എഴുതുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായരെ നോക്കുക. അതിനു മുമ്പത്തെ തലമുറ CV കുഞ്ഞിരാമനെയും കൗമുദി ബാലകൃഷ്ണനെയും നോക്കുക. അവരുടെയെല്ലാം മലയാളം എന്തൊരു ഭംഗിയാണ്. MK സാനുമാഷയുടെ മലയാളം, ലീലാവതി ടീച്ചറുടെ മലയാളം, MRBയുടെ മലയാളം, ഇവരെല്ലാം ലേഖനകലയിൽ അത്യുത്തരം വന്ന ആളുകളാണ്. അതുപോലെ എനിക്ക് ഒരുപാട് പേരെ പറയാനുണ്ട്. മനോഹരം എസ് കെ പൊറ്റക്കാട് എഴുതുന്നത് മുഴുവൻ കവിതയോടെടുത്ത കാര്യങ്ങളാണ്. അത് നോവലാവാം, സഞ്ചാര സാഹിത്യമാകാം. അത്തരം ആളുകൾ സാധാരണ നോക്കിയാൽ ചിങ്ങൻ രാശിയിൽ ശനി നിൽക്കുന്നതായി കാണാം. പക്ഷെ അവർ കലഹശീലക്കാരായിരിക്കും, ദുഃഖം ഉണ്ടാവും, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അലോസരങ്ങളുണ്ടാവും, സന്താനങ്ങൾ ശത്രുക്കളാവും. ആ ശനി ചിലപ്പോൾ വിപരീത രാജയോഗം ചെയ്യും. വിപരീത രാജയോഗം എന്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡിൽ. വിപരീത രാജയോഗം 8ാം ഭാവാധിപൻ 6ലോ 6ാം ഭാവാധിപൻ 8ലോ ഇവർ 12ാം ഭാവാധിപൻ 6ലോ 8ലോ മാറി മറിഞ്ഞ് നിൽക്കുന്നതാണ് വിപരീത രാജയോഗം. അതുപോലെ വിപരീത രാജയോഗം ആ ശനി തന്നാൽ അവരുടെ സ്ഥിതിഗതി വളരെ ഗംഭീരമായിരിക്കും. അല്ലെങ്കിൽ ഈ ലേഖനകലയിലും മറ്റു കാര്യങ്ങളിലും ഒരു കേമന്മാരാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും ഇവർക്ക് പാളിച്ചകളുണ്ടാകും. കന്നിരാശി ബുധൻ്റെ ക്ഷേത്രമാണ്. അവിടെ ശനി നിന്നാൽ ദുഷ്പ്രവൃത്തി, വിനയമില്ലാതിരിക്കുക, അന്യാക്ഷേപം, വിദ്യാപൂർത്തി വരാതിരിക്കുക. അത് വിദ്യാപൂർത്തി വരാതിരിക്കുക, വിദ്യ ഉണ്ടെങ്കിലും ഒരു വക്കീലാണെങ്കിൽ വേണ്ടത് വേണ്ടയിടത്ത് പ്രയോഗിക്കാൻ പറ്റാതെ വരിക, പ്രത്യുൽപ്പന്നം അതിഥ്യം ഇല്ലാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കന്നിയിലെ ശനി കൊണ്ടുവരുന്നു. കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ കുറച്ചാണ് ഈ പറയുന്നത്. തുലാം രാശിയിൽ ശനി നിന്നാൽ അവൻ്റെ ഉച്ചക്ഷേത്രമാണത്. ആ ഉച്ചക്ഷേത്രത്തിൽ ശനി നിന്നാൽ സാധാരണഗതിയിൽ അയാൾ രാജപദവിയിൽ വരുന്നു. ഗ്രാമം, പുരം, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം, MLA സ്ഥാനം എന്ന് വേണ്ട വരവ് ചെലവുകളിൽ കൃതകൃത്യത, നല്ല വാഗ്ദാടി, ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ്, ഇതെല്ലാം തുലാത്തിലെ ശനി നമുക്ക് തരും. തുലാത്തിൻ്റെ 7 മേടം നീചരാശിയാണ്. ആ നീചരാശിയിൽ നിന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പരാമർശിച്ചു. അത് നീചഭംഗം ചെയ്താലുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും നമ്മൾ ഓർക്കണം. തുലാം ഉച്ചരാശിയാണ്. തുലാത്തിൻ്റെ 7 എപ്പോഴും ഉച്ചത്തിൻ്റെ 7 നീചമായിരിക്കും. ആ നീചരാശിയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. പിന്നെ വൃശ്ചികൻ രാശിയാണ് വരുന്നത്. വൃശ്ചികൻ രാശി ചൊവ്വയുടെ ക്ഷേത്രമാണ്. ശനി ചൊവ്വയുടെ ക്ഷേത്രത്തിൽ നിന്നാൽ സാധാരണഗതിയിൽ വിഷവസ്തുക്കൾ കൈകാര്യം ചെയ്യുക, കള്ളചാരായം വെക്കുക, അതുപോലെ വാക്കുകൾക്ക് പാരുഷ്യം ഉണ്ടാകുക, മയമില്ലാത്ത അവസ്ഥ വരിക, ആയുധം കൊണ്ട് നടക്കുക, സദാചാരശീലമില്ലാതെ വരിക, ചീട്ടുകളി, അതുപോലുള്ള ദുർവൃത്തികളിൽ ഏർപ്പെടുന്ന കഠിന ഹൃദയന്മാരായി മാറുക ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ശനി നിന്നാൽ. അപ്പോൾ ചൊവ്വയും ശനിയും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന അഗ്നിമാരുത യോഗം പോലെയുള്ള കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്, മനസ്സിലാക്കണം. പിന്നെ ധനു, നേരത്തെ ഞാൻ പറഞ്ഞു, ധനു മീനൻ രാശികളെല്ലാം ശനീശ്വരന് അനുകൂലമാണ്. ധനുരാശിയിൽ ഉത്തമ ഭാര്യ, ഉത്തമ സന്താനങ്ങൾ, ധനം, ഐശ്വര്യം, നല്ല വീട്, വാഹനം, ഉന്നത സ്ഥാനം, വിദേശയാത്ര, അത് കഴിഞ്ഞ് സ്വദേശയാത്ര, പൂജനീയനായി സമുദായ മധ്യത്തിൽ വർത്തിക്കുക മുതലായ കാര്യങ്ങൾ ധനുവിലെ ശനി നൽകുന്നു. കുംഭം സ്വക്ഷേത്രമാണ്, മകരം സ്വക്ഷേത്രമാണ്. എന്നിരുന്നാലും ആ മകരത്തിൽ രാജപദവി, ഐശ്വര്യം, ധനം, പ്രതാപം, ഉദ്യോഗം, മറ്റ് ഒരുപാട് ഗുണങ്ങളാണ് ശനി മകരത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ തരുന്നത്. കുംഭവും സ്വക്ഷേത്രമാണ്, പക്ഷേ മകരത്തിൻ്റെ ഗുണം കുംഭത്തിനില്ല. ശത്രുശല്യം, ദുഃഖം, ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റ രീതികൾ, അലസത, മടി, വൃദ്ധരതി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുംഭത്തിലെ ശനി ഭംഗ്യന്തരേണ കൊണ്ടുവരുന്നു. അത് നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. മീനമാസത്തിൽ അല്ലെങ്കിൽ മീനൻ രാശിയിൽ ശനി നിന്നാൽ മര്യാദ, വിനയം,
അത്യുന്നതങ്ങളിൽ എത്തുക, വലിയ ഉദ്യോഗ പവർ ഉണ്ടാകുക, ഭരണാധികാരം ഉണ്ടാകുക, നല്ല സൽസന്താനങ്ങൾ ഉണ്ടാകുക, ആ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് കീർത്തി ഉണ്ടാകുക മുതലായ ഒട്ടനവധി കാര്യങ്ങൾ മീനമാസത്തിൽ നിൽക്കുന്ന ശനി നമുക്ക് തരുന്നു എന്നോർക്കുക. അപ്പോൾ നമ്മൾ മേടം മുതൽ മീനം വരെ ശനീശ്വരൻ നിന്നാൽ ഉള്ള അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. ശനീശ്വരൻ്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പ്രത്യേകതകൾ പലപ്പോഴും ശനിമാറ്റത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്. ശനി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫാഷനായി തീർന്നു നിൽക്കുകയാണ്. നവഗ്രഹങ്ങൾ പലരെയും ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് ആരോപിക്കുകയാണ്, എന്താണ് ശനിക്ക് വക്രം, വ്യാഴത്തിന് വക്രം, വേറെ ആർക്കെങ്കിലും വക്രം. ഈ വക്രമില്ല. നിങ്ങൾ നല്ല പഞ്ചാംഗങ്ങൾ എടുത്തു നോക്കുക. വക്രങ്ങളുണ്ടെങ്കിൽ ആ പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കൂ ഇന്ന ഗ്രഹങ്ങൾക്ക് വക്രം. കണ്ടുപിടിച്ച് വക്രം ഉണ്ടാക്കി നമ്മളെ വെറുതെ ബോധം കെടുത്തുന്ന ആ പ്രക്രിയ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അനുഭവിക്കുന്നതും ശനീശ്വരനും വ്യാഴമൊക്കെയാണ്. അവരെ കുറിച്ച് പറഞ്ഞാലാണല്ലോ കൂടുതൽ പ്രസക്തി കിട്ടുക, കൂടുതൽ വ്യൂ കിട്ടുക. അപ്പം അതുകൊണ്ട് അവരുടെ മേത്താണ് വക്രം എപ്പോഴും വെക്കിട്ട് കയറുക. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. നമ്മൾ ഉത്തരവാദിത്ത ബോധമുള്ള നല്ല പഞ്ചാംഗങ്ങളിൽ നോക്കിയാൽ ഗ്രഹങ്ങളുടെ സ്ഥിതി, ഈ വർഷം ഗ്രഹമാറ്റമില്ല, ശനിക്ക് മാറ്റമില്ല, ഈ വർഷം വ്യാഴത്തിന് അതിചാരമുണ്ട്, വക്രമല്ല അതിചാരമുണ്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ട് സഞ്ചരിക്കുക, അതിന് വക്രം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ആ വളരെ ഉത്തരവാദിത്തമുള്ള പ്രസിദ്ധന്മാരുണ്ടാക്കി വച്ചിരിക്കുന്ന പഞ്ചാംഗത്തെ അല്ലാതെ നമ്മൾ ഈ ആധുനിക വക്രത്തിനെയും ആധുനികമായ ഈ കള്ളത്തരങ്ങളെയും ഒരിക്കലും പ്രേക്ഷകരെ വിശ്വസിക്കരുത്. നിങ്ങൾ നല്ല പഞ്ചാംഗം എടുത്തു നോക്കുക. ഈ ശനിക്ക് വക്രമുണ്ടോ? എവിടേക്കെങ്കിലും വക്രം എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്ന അവസ്ഥയാണ്. മുന്നോട്ട് പോകുന്ന അവസ്ഥയ്ക്ക് അതിചാരം എന്നാണ് പറയുന്നത്. ഈ അവസ്ഥകൾ ഉണ്ടോ? അല്ലെങ്കിൽ ശനി മാറുന്നുണ്ടോ? എന്നാണ് ശനി മാറുന്നത്? എത്ര നാഴികയ്ക്കാണ് മാറുന്നതെന്നെല്ലാം കൃത്യതയോടുകൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇത്രയും കാര്യം പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുന്നത് അനേകായിരം ആളുകൾ വിളിച്ചു ചോദിക്കും, ഇന്ന ഗ്രഹത്തിന് വക്രമുണ്ടോ, ഇന്ന ഗ്രഹത്തിന് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളാകെ വിഷമിച്ച് പോകും. കാരണം പഞ്ചാംഗം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അങ്ങനെയൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മളെക്കാൾ മുകളിലിരിക്കുന്ന ആളോട് ചോദിക്കുമ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്യൽ പതിവ്. അപ്പം ഇതും കൂടി നമ്മൾ ഓർത്തിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ ചതിയിൽപ്പെടാതെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശനീശ്വരനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞ് ഈ വിഷയം ഇവിടെ നിങ്ങളുടെ അറിവിലേക്കായി അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശനീശ്വരൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശനീശ്വരൻ്റെ ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കലിയുഗ വരദനായ ധർമ്മശാസ്താവിനെ പറയാറുണ്ട്. അതൊന്നും നമുക്ക് ഒരു കൃതകൃത്യതയോടുകൂടി പറയാൻ പറ്റില്ല. എന്നാലും സാധാരണഗതിയിൽ മലയാളികളും മറ്റു തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ധർമ്മശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ ശനി പ്രതീകമായി കണക്കാക്കാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ശനിദോഷത്തിനുള്ള ഏറ്റവും നല്ല മരുന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ശിവഭജനം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സൽപ്രവൃത്തികളും അത്യന്താപേക്ഷിതമാണ്. ഇത്രയും പറഞ്ഞ് ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വീണ്ടും അടുത്ത അധ്യായവുമായി ബുധനാഴ്ചയും ഞായറാഴ്ചയും കണ്ടുകൊണ്ടേയിരിക്കാം.